അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ എന്താ പറയുക സ്ഥലത്തൂടെയുള്ള വീട്ടിലേക്ക് പോകുന്ന റൂട്ടിൽ റോഡ് പണിയായിരുന്നു കേസ് ഇന്നത്തെ ദിവസം. അപ്പോൾ റോഡ് പണി കഴിഞ്ഞ് ആദ്യത്തെ ആ റോഡിൽ കൂടെ ഉള്ളൊരു യാത്രയാട്ടോ. നല്ല രസമുണ്ട്. റോഡ് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറേ കാലങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും. പിന്നെ കുറേ ആകുമ്പോൾ പിന്നെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ പൊളിയുമ്പോഴാണ് നമുക്കൊരു വണ്ടി ഓട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. വണ്ടി ദൂർന്ന് വിടാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പം എന്തായാലും ഞങ്ങളിന്ന് പോകുന്നത് യാക്കര അമ്പലത്തിലേക്കാണ് കേസ്. മണപ്പുള്ളി ഭഗവതി വേലയോടനുബന്ധിച്ചിട്ട് ഇന്ന് എന്താണ് പന്തൽ ഇതെവിടം വരെ ഇന്ന് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി നാളെയൊക്കെ ഇവിടെയൊക്കെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ശ്രീ മണപ്പുള്ളി ഭഗവതി വേലയോടനുബന്ധിച്ച് നമ്മുടെ യാക്കര ശ്രീ വിശ്വേശ്വര ക്ഷേത്രത്തിൽ ഇന്ന് പന്തൽ ലൈറ്റ് ഇടുകയാണ് കേസ്. പന്തലിലുള്ള ലൈറ്റ് ഇന്ന് തെളിയിക്കുകയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഇന്നും എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് അമ്പലത്തിൽ. അപ്പോൾ അതൊക്കെ പോയി കാണണം. അങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. അപ്പോൾ കേസ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ശ്രീ മണപ്പുള്ളി ഭഗവതി ദേവസ്വത്തിൻ്റെ മൂലസ്ഥാനത്തേക്കാണ് കേട്ടോ. പടിഞ്ഞാറായ യാക്കരയിലാണ് ഈ അമ്പലം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ കുറേ എന്താ പറയുക യാക്കര നമ്മുടെ മണപ്പുള്ളി ഭഗവതി വേലയുടെ ആരംഭം കുറിക്കുന്നത് ഇവിടെ വന്നിട്ട് വാളും പീഠവും കൊണ്ടുപോയിട്ടാണ് കേട്ടോ കേസ്. അപ്പോൾ ആ അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ കേസ്, മൂലസ്ഥാനത്ത് വന്നിട്ട് ദേവത ഒന്ന് തൊഴുതിയിട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ ഇന്നൊക്കെയാണ് അത് സാധിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മണപ്പുള്ളി ഭഗവതി വേലേൻ്റെ മൂലസ്ഥാനത്താണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ വാളും വീടും ഒക്കെ കൊണ്ടുപോകണത്. വേല സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ സ്വാമി പറയണ്ട. നമ്മുടെ പടിഞ്ഞാറ് യാക്കര മൂലസ്ഥാനം മണപ്പുള്ളിക്കാവ്. ഇവിടെ നിന്നാണ് വാളും വീട് എഴുന്നേൽപ്പ് വലിയ കാവിലേക്ക്. അത് രാവിലെ 9 മണിയാകുമ്പോഴേക്കും ആ ചടങ്ങുകളൊക്കെ നടക്കും. ബാക്കി എല്ലായിടത്തെയും കാലത്തും വരാൻ പ്രധാനം മൂലസ്ഥാനം. വാളും പീഠവും എഴുന്നള്ളത്ത് വന്ന് വാളും പീഠമൊക്കെ കൊണ്ടുപോയിട്ടാണ് വലിയ കാവിലേക്ക് വേല തുടങ്ങുന്നത്. മണപ്പുള്ളി ഭഗവതിൻ്റെ അവിടെ കൊണ്ടുപോകുന്നത്. പിന്നെ തിരിച്ച് വേല കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ഇവിടെ എത്തുകയും ചെയ്യട്ടാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂലസ്ഥാനം. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മൂലസ്ഥാനത്ത് വന്ന് തൊഴുതാൻ വന്നിരിക്കുന്നത്. ഈ വർഷം വളരെ സന്തോഷവും തോന്നുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ കേസ്. കാരണം കല്യാണം കഴിഞ്ഞിട്ട് സൗമ്യനെയും കൂട്ടിയിട്ട് ഇവിടെ വന്ന് തൊഴുതാനും പറ്റി. ഈ ക്ഷേത്രത്തിന് അടുത്തൂടെ പോകുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കും, പക്ഷേ ഇതുവരെ സഹായിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് എന്തായാലും സൗമ്യനെയും കൂട്ടിയിട്ട് ഇവിടെ വന്ന് തൊഴുതിയിട്ട് ഞങ്ങൾ പോകാണ്ട് കേസ്. കുട്ടിക്കാലത്ത് അമ്മയെടുത്തിട്ട് ഈ അമ്പലത്തിലൊക്കെ വന്ന ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ. കുറേ നാളല്ല വർഷങ്ങളായി ഞാൻ ഇവിടെ വന്നിട്ട് ചെറുപ്പത്തിലൊക്കെ വന്നാൽ. നമ്മുടെ വീട് കുറച്ച് റോഡിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വീട്. ഇതാണ് മൂലസ്ഥാനം കേട്ടോ. ഞാൻ വന്നിട്ടില്ല. സൗമ്യ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. എന്തായാലും കുറേ നാളായില്ലേ അധികം വരണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഈ വേല സമയത്ത് തന്നെ വരാൻ പറ്റി. അമ്മയെ തൊഴുതിയില്ലേ. നമുക്ക് നേരെ ഇനി അമ്പലത്തിൽ പോവാം. കുറേ ആയി വന്നിട്ടേ നമ്മളിവിടെ ഇരുന്നാണ്. അമ്മ വന്നു.
അപ്പോൾ ഞങ്ങൾ അങ്ങനെ നമ്മൾ യാക്കര അമ്പലത്തിൽ എത്തിയിട്ട് കേസ്. അപ്പോൾ ഇന്നാണ് പന്തലിൽ ലൈറ്റൊക്കെ തെളിയിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പഴയകളം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ കേസ്. അപ്പോൾ പന്തലിൽ ലൈറ്റ് ഇടുന്ന കർമ്മമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ പടക്കമൊക്കെ പൊട്ടുന്നുണ്ട് കേസ്. ചെറുതായിട്ട് പടക്കങ്ങളൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പോൾ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അന്ന് അമ്പലത്തിൽ പരിപാടിയും ഉണ്ട്, കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നിട്ട് അതൊക്കെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മണപ്പുള്ളി ഭഗവതി വേല പാലക്കാട്ടിലെ മെയിനായിട്ടുള്ള ഒരു ഉത്സവമാണ്. ഞങ്ങൾക്ക് അടിപൊളിയാണ് കേസ് കാണാൻ. പിന്നെ ഇന്നു മുതൽ അമ്പലത്തിൽ ഓരോ പരിപാടികളുണ്ട് കേട്ടോ കേസ്. ഓരോ ദിവസം ഓരോരോ പ്രോഗ്രാമാണുള്ളത്. പ്രസിദ്ധ ചാലക്കുടിൻ്റെ ഗാനമേള, നമ്മുടെ വിനീത് ശ്രീനിവാസിൻ്റെ ഗാനമേള, പിന്നെ ഐഡിയ സ്റ്റാർ സിംഗറിലെ കുട്ടികൾ ജയിച്ചവൻ്റെ ഒരു ഗാനമേള, അങ്ങനെ ഒരുപാട് പരിപാടികൾ വേലയുടെ തലേന്ന് വരെയുള്ള ഒരുപാട് പരിപാടികളുണ്ട്. വേലയ്ക്കും അടിപൊളി പ്രോഗ്രാംസാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, മണപ്പുള്ളി വേലയ്ക്ക് എല്ലാവരും വരിക. അത്രയൊക്കെ ഉള്ളൂ കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് വേലൻ്റെ ചെറിയ ചെറിയ അപ്ഡേഷൻസൊക്കെ ഞാൻ വീഡിയോസായിട്ട് ഇടും. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ മണപ്പുള്ളി വേലയുടെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട കേസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി നമ്മൾ കുറച്ച് പ്രോഗ്രാംസ് അവിടെ പോയിട്ട് ഡാൻസൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകേണ്ട കേസ്. ഓക്കെ, ബൈ.